വാഹനങ്ങളിലെ ടച്ച് സ്ക്രീനുകൾ അപകടകരമാണെന്നും പുതുതലമുറ കാറുകളിൽ നിന്ന് ഈ സംവിധാനം നീക്കം ചെയ്യാനാണ് പ്രമുഖ ജപ്പാനീസ് കാർ നിർമ്മാതാക്കളായ മസ്ദയുടെ തീരുമാനം. അതിനു പകരം ഇൻഫോടൈൻമെന്റ്, വാഹനത്തിന് മറ്റു ഫംഗ്ഷനിംഗ് എന്നിവ നിയന്ത്രിക്കാൻ പരമ്പരാഗത നോബുകളും ബട്ടണുകളും തിരികെ കൊണ്ടുവരാനാണ് കമ്പനിയുടെ തീരുമാനം. ഡ്രൈവർക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിനായി വാഹനത്തിന്റെ വിൻഡ് സ്ക്രീനിൽ വിവരങ്ങൾ പ്രത്യക്ഷപ്പെടും വിധം ഹെഡ്സ്-അപ്പ് ഡിസ്പ്ലേ ആണ് പുതിയ മസ്ദ 3 സെഡാനിൽ നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത്. പ്രവർത്തിപ്പിക്കാൻ റോഡിൽ നിന്നും പൂർണ്ണമായ ശ്രദ്ധ തിരിക്കേണ്ട ടച്ച് സ്ക്രീൻ സിസ്റ്റത്തേക്കാൾ ഇവ കൂടുതൽ സുരക്ഷിതമാണെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ. ഇത്തരം ഒരു വലിയ മാറ്റത്തിന് പിന്നിൽ മസ്ദയ്ക്ക് വളരെ ശക്തമായ ഒരു കാരണവുമുണ്ട്. പുതിയ കാറുകൾ വികസിപ്പിക്കുന്നതിനിടയിൽ ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ഉപയോഗിക്കുവാനായി നീങ്ങുമ്പോൾ അറിയാതെ സ്റ്റിയറിംഗും തിരിയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് വാഹനങ്ങൾ ഓടിക്കുന്നതിനിടെ ലൈൻ വിട്ടു മാറുന്നതിനും അപകടമുണ്ടാകുന്നതിനും ഇടവരുത്തും. പക്ഷെ എന്തുകൊണ്ടാണ് ഒരുവിധം എല്ലാ നിർമ്മാതാക്കളും തങ്ങളുടെ വാഹനങ്ങളിൽ ടച്ച് സ്ക്രീൻ നൽകുന്നത്? 1. ടച്ച് സ്ക്രീനുകൾ കാണാൻ സുന്ദരവും ഉപഭോക്താക്കൾക്ക് അവ ഇഷ്ടവുമാണ്. സ്മാർട്ട് ഫോണുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ വാഹനങ്ങളിലെ ടച്ച് സ്ക്രീനുകൾ അവയുടെ തുടർച്ചകളാവുന്നു. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയില്ലാത്ത വാഹനങ്ങൾ ആർക്കും സങ്കല്പിക്കാൻ കഴിയില്ല. 2. ഇൻഫോടൈൻമെന്റും വാഹനത്തിന് നിയന്ത്രണങ്ങളുമടക്കം നിരവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയും. 3. പരമ്പരാഗത നോബുകൾക്കും ബട്ടണിനും ചിലവാകുന്ന വയറിംഗ് ചിലവ് കുറയ്ക്കാൻ സഹായിക്കും. 4. വൃത്തിയും ഒഴുക്കുമുള്ള ഡാഷ്ബോർഡ് ഡിസൈൻ ലഭിക്കും. മിക്ക വാഹന നിർമ്മാതാക്കളും ഓരോ തവണയും വണ്ടി സൈഡിൽ ഒതുക്കിയ ശേഷം ഉപയോഗിക്കാവൂവെന്ന് സുരക്ഷാ വാർണിംഗുകൾ നൽകുന്ന ടച്ച് സ്ക്രീൻ സിസ്റ്റങ്ങളാണ് വാഹനത്തിൽ ഘടിപ്പിക്കുന്നതെങ്കിലും ഉപഭോക്താക്കൾ അവ വകവെക്കില്ല എന്നതാണ് സത്യം. ഫൺ ടു ഡ്രൈവ് കാറുകൾക്ക് എന്നും അറിയപ്പെടുന്ന നിർമ്മാതാക്കളാണ് മസ്ദ. ടച്ച് സ്ക്രീനുകളെ മാറ്റി വീണ്ടും നോബുകളിലേക്കും ബട്ടണുകളിലേക്കും തിരികെ പോകുമ്പോൾ എന്നും ഡ്രൈവർക്കും ഡ്രൈവിംഗിനും മുൻഗണന നൽകിയിട്ടുള്ള തങ്ങളുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുകയാണ് മസ്ദ.